ഫിക്സഡ് ചാർജസ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ ടാരിഫ് റേറ്റിൽ ലഭിക്കുന്നു. അതിലൂടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂട്ടുകയും എന്തുകൊണ്ടും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഇലക്ട്രിക് വാഹന രംഗത്തെക്കുറിച്ചാണ്. 2025 എന്തുകൊണ്ട് കേരളം ഇവികളുടെ ഒരു വാഗ്ദാനമായ ഭാവിയാണ്? ഇൻവെസ്റ്റേഴ്സിനും ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ആലോചിക്കുന്നവർക്കും എന്തുകൊണ്ടും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങൾ തിരഞ്ഞെടുത്ത ടോപ്പ് 5 റീസൺസ് കണ്ടു നോക്കാം, അല്ലേ? യു ആർ അറ്റ് ദ റൈറ്റ് ടൈം. ലെറ്റ്സ് ഡൈവ് ഇൻ. ഒന്നാമത്തെ കാരണം കേരളത്തിന്റെ EV അഡോപ്ഷൻ റേറ്റ് ആണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പെനിട്രേഷൻ 9.1% ആണ്. നിങ്ങൾക്കറിയാമോ, ഇത് നാഷണൽ ആവറേജ് ആയ 2.9%-നേക്കാളും 3 ഇരട്ടിയിലധികമാണ്. ഈ അസാധാരണമായ കൺസ്യൂമർ ഇൻട്രസ്റ്റ് വ്യക്തമായും കാണിക്കുന്നത് കേരളം ഒരു EV ഫ്രണ്ട്ലി സംസ്ഥാനമാണെന്നാണ്. രണ്ടാമത്തെ പ്രധാന കാരണം കേരള ഗവൺമെന്റിന്റെ പ്രോ ആക്റ്റീവ് റൂൾസും എൻകറേജ്മെന്റുമാണ്. EV ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ഫിക്സഡ് ചാർജസ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. കൂടാതെ സോളാർ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ TOD, അതായത് രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ ടാരിഫ് റേറ്റിൽ ലഭിക്കുന്നു. ഇത് EV ചാർജിംഗ് സ്റ്റേഷൻ ഉടമകൾക്ക് അവരുടെ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കുകയും അതിലൂടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂട്ടുകയും ചെയ്യുന്നു. ഈ അനുകൂലമായ നയങ്ങൾ ഇൻവെസ്റ്റേഴ്സിന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മൂന്നാമതായി, കേരളം ഒരു സ്ട്രോങ് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിൽ വളരെയധികം ഫോക്കസ്ഡ് ആണ്. ഗവൺമെന്റിന്റെ ലക്ഷ്യം തന്നെ 2030ഓടെ 2000 EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നതാണ്. ഇതിനായി ഞങ്ങളെ പോലുള്ള കമ്പനികളുമായി സഹകരിച്ച് സംസ്ഥാനത്തുടനീളം ചാർജിംഗ് ശൃംഖല വ്യാപിപ്പിക്കുന്നു. കൂടാതെ എയ്തർ എനർജി കേരളത്തിൽ അവരുടെ ചാർജിംഗ് പോയിന്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LECCS കണക്ടർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കായി 121 പുതിയ ലൊക്കേഷനുകൾ സ്ഥാപിക്കുന്നു. ഈ കൂട്ടായ ശ്രമങ്ങൾ ഈ ഇൻഡസ്ട്രിയുടെ വളർച്ചയെയും അതേപോലെ ഓപ്പർച്യൂണിറ്റീസുകളും ചൂണ്ടിക്കാണിക്കുന്നു. നാലാമത്തെ കാരണം കേരളത്തിലെ വളരുന്ന EV ഇക്കോസിസ്റ്റവും സ്റ്റാർട്ടപ്പ് രംഗത്തെ ന്യൂ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസുമാണ്. നിരവധി EV മാനുഫാക്ചറിംഗ് ബ്രാൻഡുകൾക്ക് കേരളത്തിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. കൂടാതെ EV ചാർജിംഗ് സാങ്കേതിക വിദ്യയിൽ വളരെ വിഷണേറ്റഡ് ആയിട്ടുള്ള നിരവധി സ്റ്റാർട്ടപ്പുകൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നു. ഈ പ്രോ ആക്റ്റീവ് അറ്റ്മോസ്ഫിയർ കൂടുതൽ നിക്ഷേപങ്ങളെയും ആകർഷിക്കുന്നു. അഞ്ചാമത്തെയും അവസാനത്തെയും കാരണം ഈ ഇൻഡസ്ട്രിയിലെ സാധ്യതകളാണ്. നിലവിൽ കേരളത്തിലെ EVകളുടെ എണ്ണവും പൊതു ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഈ വിടവ് നികത്താൻ Seed4EV പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് വലിയ അവസരമാണ് ഒരുക്കുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ, ഹൈവേകൾ എന്നിവിടങ്ങളിൽ EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് വളരെ ലാഭകരമായ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റേഴ്സ് ആവാം. അപ്പോൾ എന്തുകൊണ്ട് 2025 കേരളം EVകളുടെ ഒരു വാഗ്ദാനമായ ഭാവിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. ഉയർന്ന EV അഡോപ്ഷൻ റേറ്റ്, ഗവൺമെന്റ് സപ്പോർട്ട്, വികസിച്ചു വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഹൈടെക് സ്റ്റാർട്ടപ്പുകൾ, ഹൈ ഡിമാൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നിവ Seed4EV പോലുള്ളവരോടൊപ്പം ചേർന്ന് വളരാനുള്ള മികച്ച അവസരമാണ് നൽകുന്നത്. നിങ്ങളുടെ വിജയകരമായ EV ചാർജിംഗ് ബിസിനസ് ഇവിടെ ആരംഭിക്കാം, എല്ലാ സപ്പോർട്ടോടും കൂടെ.